ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ മച്ചമ്പി കുറേ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങളെല്ലാം പ്രവർത്തികളിലോട്ടും ആക്ഷൻസിലോട്ടൊക്കെ കൊണ്ടുവരും. പക്ഷെ അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഹാപ്പിനെസ് തരുന്ന അവരുടേതായിട്ടുള്ള ഒരു ലോകം, അവരുടേതായിട്ടുള്ള ഹാപ്പിനെസ്, അതിനായിരിക്കും ഒരു മുൻതൂക്കം കൊടുക്കുന്നത്. ആ തീരുമാനങ്ങളില് പ്രവർത്തികളില് മറ്റു പല ആളുകൾക്കും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഫ്യൂച്ചറിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഇവർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇവരുടേതായിട്ടുള്ള ലൈഫ് ടൈം മുഴുവനും അതൊരു ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളായിരിക്കും. ലൈഫ് ടൈം മുഴുവനും അവർക്കത് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ നിങ്ങളുടെ മച്ചമ്പിക്കുണ്ട്. പക്ഷെ ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ടോ തിരുത്താനായിട്ടോ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞു കൊടുക്കുന്നവൻ പുറത്താവും. അതാരാണെങ്കിലും. ഇപ്പൊ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വഴക്കിൽ ചെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ചെന്ന് കലാശിക്കും. കാരണം ഇത് ഇവര് എടുക്കുന്ന അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അത് ഏതെങ്കിലും വ്യക്തികളുടേതായിട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷൻസിനായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഹാപ്പിനെസ് തരുന്നതാണ്, മറ്റുള്ളവർക്കും അത് ഹാപ്പിനെസ് തരുന്നതാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും. അത് അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യും പൊതുവായിട്ട്. പക്ഷെ ആക്ച്വലി ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അത് ഇവർക്കാണ് ഹാപ്പിനെസ് തരുന്നത്, ഇവർക്കാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടേതായിട്ടുള്ള പിടിവാശി കൊണ്ടാണ് ഇവരങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. പക്ഷെ അത് പ്രകടിപ്പിക്കത്തില്ല. പകരം ഈ ഒരു ലൈനിലോട്ട് ഇവരെടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് തീരുമാനങ്ങളിലോട്ട് മറ്റുള്ളവരെയും കൂടി ആ ഒരു ഇതിലോട്ട് ലയിപ്പിക്കാൻ നോക്കും. ആ തീരുമാനങ്ങൾ അനുസരിപ്പിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ട്രാക്കിലോട്ട് മറ്റുള്ളവരും കൂടി, ഒന്നും അറിയാൻ പാടില്ലാത്തവർ കൂടി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് ഒരു മൊത്തം ഫാമിലി വരെ ഇട്ടൊന്ന് കുലുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ ചിന്തിക്കുന്നില്ല എൻ്റേതായിട്ടുള്ള എന്നെ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾക്കാണ് മൊത്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ചിരിക്കുന്ന
കാര്യങ്ങൾക്കാണ് മൊത്തം ലൈഫിൽ ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെയുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. പകരം ഏം വഴി തനി വഴി അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ മച്ചമ്പി തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം. പക്ഷെ അതുവഴി നല്ല രീതിക്ക് സ്വന്തമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. പലതും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുന്നുണ്ട്. വിഷമം, വേദന, കാര്യങ്ങളൊക്കെ ഈ നിങ്ങളുടെ ആളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനവൻ്റെതായിട്ടുള്ള പല പ്രവർത്തികൾ മുഖേനയാണ്, വീണ്ടു വിചാരമില്ലാത്ത കുറച്ച് പ്രവർത്തികൾ മുഖേന, ഈ വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള രീതിയിലുള്ള പ്രവർത്തികൾ മുഖേനയാണ് പലതും ഒരു കൊഴിഞ്ഞുപോക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിന്റെ പല കല്ലുകളും ഇളകിപ്പോകുന്നത്, ജീവിതത്തിന്റെ പല കല്ലുകൾ ഇളകിപ്പോകുന്നത് എന്നുള്ള ചിന്തകളോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇവരുടേതായിട്ടുള്ള പ്രവർത്തികൾ മറ്റുള്ളവര് വരെ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവര് വരെ ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയാ, അതൊന്നും ഏറ്റെടുക്കുന്നില്ല. എപ്പോഴും ഞാനായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഞാനായിരിക്കണം കാര്യങ്ങൾ എല്ലാം വരക്കേണ്ടത്, എല്ലാം ഞാൻ തന്നെ പ്ലാൻ ചെയ്യണം, അത് തെറ്റാണെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ എന്നുള്ള ഒരു രീതിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ അത്രയും ജീവിതത്തിൽ സ്വാധീനിക്കുന്ന വേറെ ഏതെങ്കിലും വ്യക്തികൾ. ഇവരെപ്പോഴും ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിപ്പോ ലേഡി ആണെങ്കിലും മെന്നാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ, ആ ഒരു പദവി വിട്ട് ഇറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ ഒന്ന് തിരുത്തണമെന്നുണ്ടെങ്കിൽ, അവരെ ഒന്ന് മെരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്രയും സ്വാധീനിച്ച ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അവര് പറയുമ്പോഴാണ് ഇവിടെ എന്താ പറയാ, പല കാര്യങ്ങളും പലതും കണ്ണടച്ച് പ്രവർത്തിക്കുന്നതും കൂടെയുള്ളവരെ വരെ തള്ളിപ്പറയുന്നതും, കണ്ണടച്ച് എന്താ പറയാ, ഈ നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് വേണ്ടി ഇരിക്കുന്ന ആളുകൾ ഒരു സ്ഥലത്തുണ്ട്, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. ആ ഒരു ചിന്തയൊന്നും ഇല്ലാതെ അവരെ അപ്പാടെ ഒരു എന്താ പറയാ, ഒരു രീതിയിലും ചില സമയങ്ങളിൽ പരിഗണിക്കാതെ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥ. ചെയ്യാൻ അറിയാം പല കാര്യങ്ങളും. ഇത് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാൻ പറ്റും, കുടുംബത്തിന് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. പക്ഷെ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുന്ന അവസ്ഥ. വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് അറിയാവുന്ന കഴിവുള്ള ആളാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷെ ചില കാര്യങ്ങൾ, ചില വ്യക്തികളുടെ കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ വരുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കണ്ണടച്ചിരുന്നേക്കാം എന്നുള്ള രീതിയിൽ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുന്ന അവസ്ഥ. ബാക്കി എല്ലാ പരിപാടികൾ വരുവാണെന്നുണ്ടെങ്കിലും മറ്റേ 10,000 വാട്ടിന്റെ ബൾബ് ഇട്ടിരിക്കുന്ന അവസ്ഥ. പറഞ്ഞൊന്നും കൊടുക്കണ്ടോ. ടോർച്ച്, വലിയ വലിയ ടോർച്ചിന്റെ പരസ്യമൊക്കെ തോറ്റുപോകും. ലൈറ്റ് ഇല്ലേ, ലൈറ്റ് അടിക്കുന്ന ഇത്. പല കാര്യങ്ങളും അവർക്ക് ഒരു ഉപദേശക അങ്ങനെയുള്ള രീതിയിൽ ഓടി നടന്ന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. പക്ഷെ ചെയ്യേണ്ടടുത്ത് ചെയ്യുന്നില്ല. അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. അർഹതപ്പെട്ട ആളുകൾക്ക് വിഷമങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങളുടെ മച്ചമ്പിക്ക് ഇനിയും പുതിയ ജീവിതം, പുതിയ തുടക്കങ്ങൾ, പുതിയ സമാധാനം, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കെന്നും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത്. കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണമെന്ന്.
എല്ലാം ഇങ്ങനെ അടുപ്പിച്ചെല്ലാം ഇങ്ങനെ കൊടുക്കണം, ഒരു സഹായിനെ പോലെ. ഒരു എന്താ പറയാ, എല്ലാം അറിഞ്ഞു പ്രവർത്തിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുക്കണം. എല്ലാം അതിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ അറിഞ്ഞു പ്രവർത്തിച്ച് കൊടുക്കാനായിട്ട് അവിടെ പിശുക്ക് കാണിക്കും. സ്നേഹത്തിന്റെ പേരിൽ പിശുക്ക് കാണിക്കും, പ്രയോറിറ്റിയുടെ പേരിൽ പിശുക്ക് കാണിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുവാണ്, എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം ചിലപ്പോൾ പിശുക്ക് കാണിക്കും. വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോഴോ വേറെ ഏതെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ മറ്റേ ഡാം ഒഴുക്കി വിട്ട പോലെ ഒന്നും പറയേണ്ട കാര്യമില്ല, ഓടി നടന്ന് ചെയ്യും. ഇപ്പൊ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ കോഴീനെ മുട്ടയിടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം പുഴുങ്ങുന്നു, അങ്ങനെയുള്ള പരിപാടികളായിരിക്കും. പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ചടപടയെന്ന് ചെയ്യും നിങ്ങളുടെ മച്ചമ്പി. നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ അത്രയും വിശ്വസിച്ച് സ്നേഹിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ എഴുതി ഇങ്ങനെ കൂട്ടും. ഓരോ പുള്ളിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിക്കരുത്തിയുടേതായിട്ടുള്ള ഓരോ തിയറി പ്രകാരം, ആ തിയറി പ്രകാരം മാത്രമായിരിക്കും കാൽക്കുലേഷൻസ് നടത്തും. അപ്പോഴാണ് മറ്റേ എന്താ പറയാ, ആ കാൽക്കുലേഷൻസിൽ പ്രകാരം ഇവർ ചെയ്യുള്ളൂ. അതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഇവര് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തിട്ടുള്ളതും. പുറത്തോട്ട് പറഞ്ഞു വരുമ്പോ പറയുന്ന, അതായത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ അവിടെ വലിയ വലിയ പാതകങ്ങൾ ചെയ്ത ആളുകളാവും. ഇവർക്ക് സമാധാനം കൊടുക്കാത്ത ആളുകളായിരിക്കും എന്നേ പറയുള്ളൂ. അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇവരെ തെറ്റിതിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ്. അങ്ങനെ വരെ പറയുന്ന ആളാണ് നിങ്ങളുടെ മച്ചമ്പി. എനിക്ക് വയ്യ. ഇതന്നെ പുതിയ കാര്യങ്ങൾ വേണം, പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പിടിച്ച കാര്യങ്ങൾ തന്നെ ഞാൻ നടത്തുള്ളൂ. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നുള്ള പരിപാടികളാണ്. ഞാൻ അവിടെ തന്നെ നിൽക്കുള്ളൂ. ഞാൻ പശ പൊട്ടിച്ചിരിക്കും. ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യും എന്നുള്ളൊരു മൈൻഡിലിരിക്കുവാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ ആള് വിചാരിക്കുന്നത് അവർക്ക് നല്ല ജീവിതം, അവർക്ക് ഒരുപാട് സാമ്പത്തികം, സമാധാനം, സന്തോഷം എല്ലാം വേണം. അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. ഇവിടെ പല നല്ല നല്ല കാര്യങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ മച്ചമ്പി അറിയുന്നില്ല. നമുക്കിപ്പോ എന്താ പറയാ, സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും വാങ്ങിക്കാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല. നല്ല രീതിയിലുള്ള സ്നേഹം, കെയറിങ് പരിപാടികൾ, പ്രത്യേകിച്ച് ഈ 2026 പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് ഒരു കൊഴിഞ്ഞുപോക്ക് നിങ്ങളുടെ മച്ചമ്പി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സത്യം അറിയാതെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് പരക്കം പാഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. അതാണ് ഇവിടെ ഉള്ളത്. ജ്വലിച്ചു നിൽക്കണം, ഒരു സൂര്യനെ പോലെ എന്നും ജ്വലിച്ചു നിൽക്കണം, പ്രശസ്തമാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്ത് ഒരു എന്താ പറയാ, ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം, അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉള്ളൊരു കൂലിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുന്ന പരിപാടികളിൽ ജ്വലിച്ചു നിൽക്കണം എന്ന് ആഗ്രഹിച്ച് എൻ്റെ നമ്പർ എപ്പോൾ വരും എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് ചിന്തിക്കുന്നത്. അതായത് അവർക്ക് ഇപ്പൊ ഇരിക്കുന്നതിനേക്കാളും വലിയൊരു സിംഹാസനം, വലിയൊരു സമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇവർക്ക് പല കാര്യങ്ങളും അറിയാം. മറ്റുള്ളവർ എങ്ങനെ എവിടെ ഉണ്ടാകും,
അതെവിടം വരെ പോകും, അതൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സമീപിക്കാം, അങ്ങനെയുള്ള മൊത്തം കാൽക്കുലേഷൻസ് മനസ്സിൽ, കാൽക്കുലേറ്ററിൽ വരെ തോറ്റുപോകുന്ന കാൽക്കുലേഷൻസ് നിങ്ങളുടെ മച്ചമ്പി കൂട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള പരിപാടി എന്ന് പറയുന്നത് ഒരു മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് ഇവരുടെ പ്രവർത്തികൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല നല്ല വ്യക്തികളെ, കൂടെ കൂട്ടേണ്ട വ്യക്തികളെ, കൈപിടിച്ച് ഉയർത്തേണ്ട വ്യക്തികളെ, പരിഗണിക്കപ്പെടേണ്ട വ്യക്തികളെയൊക്കെ പതിയെ പതിയെ കൈവിട്ടുകൊണ്ടിരിക്കുന്നത്, നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഇവരുടെ പ്രവർത്തികൾ കൊണ്ടാണെന്നുള്ള ഇത് നിങ്ങളുടെ മച്ചമ്പിയുടെ മനസ്സിൽ ഒരു തോട്ട് വരുന്നില്ല. ഒരു മായാലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു മായപ്പൊന്മാനാണ് നിങ്ങളുടെ ആള്. എന്തായാലും ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് വരും. ആരായിരുന്നു, എന്തെന്തായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു, അങ്ങനെ നഷ്ടപ്പെടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നഷ്ടപ്പെടില്ലായിരുന്നു, അങ്ങനെയുള്ള തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല ആളുകളുടെയും ബന്ധനത്തിലിരിക്കുന്ന അവസ്ഥ, ഒരു കാഴ്ച കാണാതിരിക്കുന്ന അവസ്ഥ. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് പലതും ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും അവനവൻ്റെതായിട്ടുള്ള ഈഗോ അടിച്ച് നിൽക്കുന്ന അവസ്ഥ. ഞാനിങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ചു വെക്കൂലേ, അങ്ങനെ ഞാൻ നടത്തുള്ളൂ, ഇങ്ങനെ ഞാൻ പോവുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥ. മറ്റുള്ളവരുടെ ബന്ധനത്തിലും സ്വയം ഒരു ബന്ധനം തീർത്തിരിക്കുന്ന ഒരവസ്ഥ. എന്തായാലും ഒരു തിരിച്ചറിവ് എന്തായാലും വരും. ആ തിരിച്ചറിവ് ഉണ്ടായി പല കാര്യങ്ങളും പെട്ടെന്ന് പരിഹരിക്കാൻ എന്തായാലും പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.